റൈറ്റ് വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമസഭയ്ക്കുള്ളിലെ ചില പരാമർശങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ കെ രമയൊക്കെ പറഞ്ഞിട്ടുള്ള കർട്ടൻ 6 ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രമാണ് വരുന്നത്. പക്ഷെ പെൻഷനില്ല, KSRTCക്കാർക്ക് ശമ്പളമില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ധൂർത്തുകളുടെ പരാമർശങ്ങളും അതും ലക്ഷങ്ങളുടെ കണക്കും കേൾക്കുമ്പോൾ സാധാരണക്കാരനായ നമുക്കൊക്കെ ഓരോ ചോദ്യങ്ങളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള ആ ഒരു ചോദ്യം നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിലിരിക്കുകയാണ്. അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്താന്ന് വെച്ചാൽ, പാവപ്പെട്ട നമ്മളുടെ ഒരു സാധാരണക്കാരൻ്റെ വണ്ടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനിൽ നിന്നും എത്രത്തോളം രൂപയാണ് ഇവർ പിണങ്ങുന്നത്? എനിക്ക് വയനാട്ടിലാണ് ജോലി, അതും കൂലിപ്പണിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ KSRTC ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്തി തരുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതാഗത മന്ത്രിയായിട്ട് ശ്രീ നമ്മുടെ സിനിമാ നടനും ഒക്കെ ആയിട്ടുള്ള പൊതുമധ്യത്തിൽ ഒരുപാട് നല്ല സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്ന ശ്രീ ഗണേഷ് കുമാറാണ് ആയിട്ടുള്ളത്. അദ്ദേഹമൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആന്റണി രാജു വന്നതിന് ശേഷം നമ്മുടെ ഈ KSRTCയുടെ നിർത്തുന്ന കാര്യങ്ങളൊക്കെ നിലച്ചു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷമേ നിർത്തും പോലും. അതും 10 മണിക്ക് ശേഷം സ്ത്രീകളായാൽ മാത്രമേ നിർത്തുള്ളൂ, ആണുങ്ങൾക്ക് നിർത്തിത്തരൂല. അതെന്താ? ആണുങ്ങൾ എവിടുന്നെങ്കിലും കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 6-6:30 ആയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടിക്ക് ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരമൊക്കെ കഴിഞ്ഞിട്ട് എത്തുക, ചിലപ്പോൾ ചുരത്തിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും. യുവമാരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? എത്ര കാലങ്ങളായി ഒരു ചുരം മാത്രമാണ് വയനാടിനുള്ളത്. അതിനൊരു അനുബന്ധമായിട്ടുള്ള വേറൊരു പാതയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ തരുന്നത്? ദുരിതങ്ങൾ മാത്രമാണ്. ജനങ്ങളെ അടുത്ത് നിന്ന് എങ്ങനെ ആയാലും പിരിയാന്നാണോ നിങ്ങളുടെ വിചാരം? ഈ പൊതുഗതാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? എന്തോട്ടെ, നഷ്ടത്തിലോ മറ്റുള്ള കാര്യങ്ങളോ എന്തോ ആവട്ടെ, പക്ഷേ നമ്മൾ അധിക ചാർജ് നൽകി, അതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ബസ്സോ അല്ലെങ്കിൽ ഒരു TT അല്ലെങ്കിൽ നമുക്ക് നിർത്തുന്ന സാധാ ബസ്സുകളോ ഒന്നുമില്ല രാത്രി കാലങ്ങളിൽ. TT അല്ലെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, ഈ ഇനത്തിൽപ്പെട്ട വണ്ടികളാണ് കൂടുതലും ഓടുന്നത്. അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈങ്ങാപ്പുഴ ഇറങ്ങണമെങ്കിൽ ഈങ്ങാപ്പുഴ ചാർജ് അല്ല എടുക്കുന്നത്, താമരശ്ശേരി ചാർജ് ആണ് ഓൾറെഡി എടുക്കുന്നത്. അപ്പൊ അതുകൂടാതെ ഇവർ 4 രൂപ അധികം എടുക്കുന്നുണ്ട് സെസ് എന്നും പറഞ്ഞിട്ട്. എങ്ങനെയൊക്കെ സാധാരണക്കാരനെ പിഴിയാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇവർ സാധാരണക്കാരനെ പിഴിയുന്നുണ്ട്. എന്നിട്ടോ നമുക്ക് പോകേണ്ട സ്ഥലത്ത്, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തൊന്ന് നിർത്തി തരാൻ എന്നെങ്കിലുള്ള ഒരു ദയ എന്നെങ്കിലും കാണിക്കണ്ടേ? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 8 മണിക്ക് ശേഷം എവിടെയും നമുക്ക് നിർത്തി തരുമായിരുന്നു. എന്താണ് 8 മണിക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഇല്ല, പ്രൈവറ്റ് സർവീസേ ഇല്ല. ആ ഒരു ദുരിതം കൂടിയാണ് നമുക്ക് നൽകുന്നത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളും എടുത്തു കളഞ്ഞേരും. കണ്ടക്ടറോട് പരമാവധി ഞാൻ പറഞ്ഞു നോക്കി, ഞാൻ താമരശ്ശേരി ചാർജ് എടുക്കാം, എന്നെ ഒന്ന് 22 ഇറക്കി തരുമോ? 22 എന്ന് പറഞ്ഞിട്ട് മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാപ്പോഴേക്കും താമരശ്ശേരിന്റെ ഇടയിൽ അവിടെയാണ് ഇറങ്ങേണ്ടത്. പക്ഷെ യാതൊരു വിധത്തിലും അദ്ദേഹം ഇറക്കി തരൂല, ഈങ്ങാപ്പുഴ ഇറങ്ങിക്കോളാം, അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റില്ല. അതും ബത്തേരിയിൽ നിന്ന് എടുക്കുന്ന ബസ്സാണ്, ബത്തേരിയിൽ നിന്ന് എടുക്കുന്ന TT ആണ്, ഇത് നിർത്തി തരൂല എന്ന് പറഞ്ഞത് കണ്ടക്ടർ. അങ്ങനെ നമ്മൾ ഈങ്ങാപ്പുഴ നിന്നിട്ട് പിന്നെ 10 മണിക്ക് ശേഷം വേണം ബസ് കയറാൻ, എങ്കിലേ നമുക്ക് ഇവിടെ 22 ഇറക്കി തരുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-1200 റുപ്യ നമുക്ക് കൂലി കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവില്ലാണ്ടാണ്.
ആ ചെലവും എല്ലാം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ വരിക 900 അല്ലെങ്കിൽ 1000ന്റെ അടുത്ത്. ആ ഓരോ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിരിക്കും. ആ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ബസ് കയറിയിട്ട് 10 57 കൊടുത്തിട്ട് 62 കൊടുത്തിട്ട് പിന്നെയും നമ്മളത് മൈനസ് ആവുകയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു പോകണമെങ്കിൽ അവിടെയും ഡബിൾ ചാർജ് ഇല്ലെങ്കിൽ 8 മണിക്ക് 9 മണിക്കോ 9:30ക്കോ നമ്മൾ എത്തിയെന്ന് വിചാരിക്കട്ടെ. 9:30ക്കാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്, നിർത്തി തരൂല എന്ന് പറയുന്നത്. ആ 9:30ക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിൽ 19 രൂപ ഓട്ടോറിക്ഷ ചാർജ് ആവും. പിന്നെ നമ്മളെ കയ്യിൽ മെച്ചം വെക്കാൻ എന്താണുള്ളത്? നമ്മളെ പണം മൊത്തം തിന്നാണ്, കൊള്ളയടിക്കുകയാണ് ഇവര്. സാധാരണക്കാരന് ഇവിടെ ജീവിക്കണ്ടേ? പണ്ടൊക്കെ 8 മണിക്ക് ശേഷം KSRTC നിർത്തി തരുമായിരുന്നു. ഇപ്പൊ 10 മണിക്ക് ശേഷം പോലും ചില ആൾക്കാർ നിർത്തി തരുന്നില്ല. അങ്ങനെ ഈങ്ങാപ്പുഴയിൽ നടക്കേണ്ട സ്ഥിതിയാണ്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് വെയിലത്ത് പണിയെടുത്തിട്ട് നമ്മൾ ഈ ബസ് കയറിയിട്ട് പിന്നെ ഈങ്ങാപ്പുഴ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ്. ഈ ഒരു വണ്ടിയോ മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാർ സാധാരണക്കാരനല്ലേ ഈ ഒരു ഗതാഗതം അപ്പൊ ആ സാധാരണക്കാരൻ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാന്നാണോ നിങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ടന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും ഈ ഗതാഗതമൊക്കെ ഇത്രയും നഷ്ടത്തിലായിട്ടും നിങ്ങളിത് ഓട്ടുന്നത്? സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ ലോക്കൽ സർവീസ് ഇല്ല. ഈ ഒരു TTയിലോ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലോ ഫാസ്റ്റ് പാസഞ്ചറിലോ ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തുനിന്ന് ടിക്കറ്റോ കൂടുതലാണ് ചാർജ്. പൊതു സർവീസിനെക്കാട്ടിലും ഈ സ്വകാര്യ സർവീസിനെക്കാട്ടിലും കൂടുതലാണ് KSRTCയിൽ ചാർജ്. യാത്രയൊക്കെ സുഖകരമാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ എങ്കിലും നമ്മളെ കീശയിൽ നിന്നുള്ള പൈസയല്ലേ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്? ഇല്ല, വേണ്ടാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് 4 രൂപയും 5 രൂപയും, ചില സ്ഥലത്തേക്ക് പോകുന്നവർ 8 രൂപയൊക്കെയാണ് സെസ്സായിട്ടും അധിക അധിക ചാർജിന്റെ അതിൽ കൂടാതെ നമ്മളെടുത്ത് ഈടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സാധാരണക്കാരന് എന്തിനാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മന്ത്രി മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ എടുത്തു കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് ആ 8 മണിക്ക് ശേഷം നിർത്തിത്തരുന്ന ആ കാര്യങ്ങൾ തന്നെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ചാർജ് ഈടാക്കിക്കോ. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈങ്ങാപ്പുഴ ഇറങ്ങണമെങ്കിൽ താമരശ്ശേരി ചാർജ് കൊടുക്കണം. പിന്നെ 5-8 കിലോമീറ്റർ പോകേണ്ട ചാർജ് നമ്മൾ വെറുതെ കൊടുത്തിട്ടാണ് നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഇത്രത്തോളം ദുരിതത്തിലാക്കുന്ന ഇങ്ങനത്തെ ഈ ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, സാധാരണക്കാരുടെ കീശയിൽ നിന്ന് കൊള്ളയടിക്കുന്ന ഈ ഒരു കാര്യങ്ങളും കൊള്ള ലാഭങ്ങളും ഒക്കെ നിർത്തി നല്ല രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകണം. ഇത്തരത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ ആവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇതിൽ പ്രതിഷേധിക്കാനും മുന്നോട്ടും ഒരുപാട് ആൾക്കാർ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട്, ഓരോരുത്തരും ഇത് ചിന്തിക്കേണ്ട കാര്യമാണെന്നും, നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുന്നേരം അതിൽ എത്ര രൂപ ഉണ്ടെന്നും ആ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാനും അത് പറയാനും പ്രകടിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.